ഇന്ന് ഞങ്ങൾ ലേറ്റായിട്ട് എഴുന്നേറ്റ ഒരു ദിവസമാണ്. ഒരു ഹായ് പറഞ്ഞിട്ട് ചപ്പാത്തി ഇടക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ വലിയ ഡിഷസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞങ്ങൾ ചപ്പാത്തി ആക്കാതെ വിചാരിച്ചു. ഇന്നലെ ഇച്ചിരി ചിക്കൻ കറി ഞങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടയിൽ പോയി മേടിച്ചത് കൊണ്ട് ചിക്കൻ കറി ഇരിപ്പുണ്ടാവുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊന്ന് ചപ്പാത്തിയും ചിക്കൻ കറി ആവാന്ന്. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എഴുന്നേറ്റത് 7:30 ആയതുകൊണ്ടും റോയ്സിന് ഇപ്പോൾ തന്നെ ജോലിക്ക് പോകണം എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ വിചാരിച്ചൊന്ന് ചപ്പാത്തിയും ചിക്കൻ കറി ആവാമെന്ന്. അങ്ങനെ ചൂടോടെ നല്ല ഉഗ്രൻ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് റോയ്ച്ചൻ. നിങ്ങളപ്പോൾ വിചാരിക്കും ചപ്പാത്തി റോയ്ച്ചൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞെക്കി പിഴിഞ്ഞൊക്കെ ഉണ്ടാക്കിയതാണെന്ന്. അല്ല ഗൈസ്, അല്ല. ഫ്രോസൺ ചപ്പാത്തി വാങ്ങിച്ച് റോയ്ച്ചൻ അത് ചൂടാക്കുന്നു. പക്ഷെ ആ ഒരു നന്മ, ആ ഒരു മനസ്സ്, അതെ, വർഷങ്ങളായിട്ട് റോയ്ച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഞങ്ങൾ മേടിക്കുന്നത് വാൾമാർട്ടിൽ നിന്നും ഷാനയുടെ ചപ്പാത്തിയാണ്. വോൾ വീറ്റ് ആണിത്. പക്ഷേ സൂപ്പർ സാധനം കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര നൈസാണ്. ഫ്രോസൺ ആണെങ്കിൽ അതിൻ്റേതായ ഒരു അഹങ്കാരവും ഈ ചപ്പാത്തിക്ക് ഇല്ല. അല്ലേ ചായ? നല്ല അടിപൊളി സോഫ്റ്റ് സാധനമാണ് കേട്ടോ. അതെ, അഹങ്കാരം ഞങ്ങൾ വെച്ച് ഓർമ്മിക്കില്ല. അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ. മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതെ, ഉണ്ടാക്കിയിട്ട് ഇതേപോലെ കാസറോളിൽ ഇടുക. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും. കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റ് ചപ്പാത്തി. അതെ, കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ. അതിൻ്റെ അർത്ഥം ഞാൻ ഉണ്ടാക്കില്ല. ചപ്പാത്തിയും പൊറോട്ടയും ഒന്നും എനിക്ക് ഇടിച്ച് പിഴിഞ്ഞുണ്ടാക്കാനുള്ള കൈക്കരുത്തില്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ മെനക്കെടാറില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കി. എന്റെ പൊന്നോ, മാവടിച്ച് തന്നെയാണ് ഉണ്ടാക്കിയത്. അമ്മയുടെ അടുത്ത് വെച്ചിട്ട് ആ പൊറോട്ട പിഴിഞ്ഞെടുത്ത് എന്റെ പൊന്നോ തിരിച്ചെടുത്തു. വൻ തോൽവിയായിരുന്നു, വൻ തോൽവി. ഹാർഡായിരുന്നു. ഒന്ന് രണ്ടെണ്ണം നല്ലതായിരുന്നു, പക്ഷെ ബാക്കിയൊക്കെ പൊളിയായിരുന്നു. അതുകൊണ്ട് വിട്ട് ഞാൻ ആ ഒരു പരിപാടിക്ക് ലയിച്ചാനും ഒക്കെ കഴിച്ചിട്ട് ഇത് നല്ല സോഫ്റ്റാ കുഞ്ഞു പറഞ്ഞായിരുന്നു. എന്ത് സാധനാണോ നിങ്ങള്? പഴയത് നമുക്ക് സത്യം പറയാം. പക്ഷെ അതായിരുന്നില്ല സത്യം, ഇതായിരുന്നു സത്യം. ഞാൻ പറഞ്ഞായിരുന്നു സത്യം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞ് കഴിക്കട്ടെ. ബൈ. ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ചാ കറി കാണുമ്പോൾ ഒരു ലുക്കില്ലാത്തത് ഇന്നലെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയത് കൊണ്ടാണ് കേട്ടോ. പക്ഷെ ഒട്ടുക്കത്ത ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതല്ലാത്തത് കൊണ്ട് പറയാ ഭയങ്കര ടേസ്റ്റാണ്. അതിനെച്ചാൻ്റെ കറികൾക്ക് ഒട്ടും ടേസ്റ്റ് ഇല്ല. സൂപ്പറായിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. ബാക്കി എൻ്റെ അയ്യോ. ഓക്കെ, ബൈ. റോഡു എഴുന്നേറ്റതേ പല്ലാണല്ലോ കയ്യിലിരിക്കണേ. ലൈറ്റ് ഓൺ ആക്കി. ഉറക്കത്തിൽ പല്ല് പറിച്ചെടുത്തോ നീയാ? എന്താ ഈ പല്ല് പറിച്ചെടുത്ത റോഡ് ഉറക്കത്തില്? ബ്ലഡും ഇല്ല, ഒന്നുമില്ല, സുഖ വഴി. അടിപൊളി പോലെ, അടിപൊളി. രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോ ടൂത്ത് ഫെയർ വന്ന് പറിച്ചെടുത്ത്. ഇനി നമുക്ക് ഇന്ന് രാത്രി പില്ലോയുടെ അടിയിൽ വെക്കണോ അല്ലേ റോണോ? Good job. Good job, Rongata. Good job. चले ईश्वर पे थैंक यू ഒക്കെ പറയാം. അത് അമ്മയ്ക്ക് കൊടുത്തേരാം. അമ്മ ഒരു സിപ്പ് ലോഗിലിട്ട് വെച്ചോളാം കേട്ടോ. ഓക്കെ. അമ്മ ആരോട്ടി ഉറക്കപ്പിച്ചിലാണോ? ഒരു ഹായ് പറയോ? ഒരു ഹായ് പറയാ എല്ലാരോടും. ഒരു സല്യൂട്ട് കൊടുത്ത എല്ലാവർക്കും. ഇല്ലേ, ഉറക്കപ്പിച്ചിലാണോ?